നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ സന്ദർശക വിസയിലെത്തി നിരവധി പേരാണ് തൊഴിൽ നോക്കുന്നത്. ചിലർക്ക് വിസ കാലയളവിനുള്ളിൽ തന്നെ ജോലി ശരിയാകാറുമുണ്ട്. ഇവർ നിയമാനുസൃതമായി തന്നെ ജോലിയിൽ പ്രവേശിക്കുന്നുമുണ്ട്. എന്നാൽ സന്ദർശക വിസയിലുള്ളവർക്ക് തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി പരസ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇത് പലരും കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. പെട്ടെന്നുള്ള ആവശ്യമാണെന്നും ഉടൻ ജോലിയിൽ പ്രവേശിക്കാനും തൊഴിൽ തട്ടിപ്പ് സംഘം ആവശ്യപ്പെടുന്നു. പിന്നീട് സന്ദർശക വിസ മാറ്റാമെന്നാകും ഇവരുടെ വാഗ്ദാനം. എന്നാൽ ഇത് പാലിക്കാതെ കബളിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ നിരവധിയാണ്. ചെയ്ത ജോലിക്ക് ശമ്പളം ലഭിക്കാതിരിക്കുക, മറ്റേതെങ്കിലും ചൂഷണങ്ങൾ നേരിടേണ്ടി വരിക എന്നിവയുണ്ടായാൽ തട്ടിപ്പിനിരയാകുന്നവർക്ക് പോലീസിനെയോ ബന്ധപ്പെട്ടവരെയോ സമീപിക്കാനാവില്ല. മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ നിയമാനുസൃതമായി വേണം തൊഴിൽ പ്രവേശനം നേടേണ്ടതെന്ന നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം തട്ടിപ്പ് വാഗ്ദാനങ്ങളിൽ കുടുങ്ങരുതെന്നാണ് സാമൂഹിക പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം സന്ദർശക വിസ പുതുക്കുന്നതിന് വേണ്ടി രാജ്യം വിടണമെന്ന നിയമവും UAE അടുത്തിടെ കർശനമാക്കിയിരുന്നു. അതായത് വിസിറ്റ് വിസയിൽ രാജ്യത്തേക്ക് തൊഴിൽ അന്വേഷിച്ചെത്തുന്നവർക്ക് ഇനി മറ്റ് വിസയിലേക്ക് മാറാനുള്ള സൗകര്യമില്ല. അത്തരത്തിൽ ഇനി വിസ മാറണമെങ്കിൽ രാജ്യം വിടണം എന്നാണ് പുതിയ നിബന്ധന. UAE-യിൽ സന്ദർശക വിസയിൽ ഉള്ളവർക്ക് രാജ്യത്തിനുള്ളിൽ നിന്നു തന്നെ വിസ മാറാമെന്ന നിയമമാണ് ഇതോടെ ഇല്ലാതായത്. പുതിയ തീരുമാനം വന്നതോടെ വിസ പുതുക്കണമെങ്കിലോ മറ്റു വിസയിലേക്ക് മാറണമെങ്കിലോ രാജ്യം വിടേണ്ടി വരും. വിസിറ്റ് വിസയിലുള്ളവർ UAE-യിൽ നിന്നുകൊണ്ട് തന്നെ അധിക തുക നൽകി വിസ പുതുക്കിയിരുന്നു. ഇത് പ്രവാസികൾക്ക് ഏറെ പ്രയോജനപ്രദമായിരുന്നു. ഈ സംവിധാനം ഇല്ലാതാകുന്നതോടെ വിമാനമാർഗമോ ബസ്സിലോ രാജ്യത്തിന് പുറത്തുപോയി എക്സിറ്റ് അടിച്ച് തിരികെ എത്തി വിസ പുതുക്കേണ്ടി വരും. ഒമാനിൽ പോയി എക്സിറ്റ് അടിച്ച് മടങ്ങിയെത്താൻ പലരും നിർബന്ധിതരാകും. ദുബായിയുടെ വിസിറ്റ് വിസയുള്ളവർക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വിസ പുതുക്കാം. എന്നാൽ നല്ലൊരു തുക നൽകേണ്ടി വരും. മാത്രമല്ല, സന്ദർശക വിസയിൽ UAE-യിൽ പ്രവേശിച്ച ശേഷം വിസ കാലാവധി കഴിഞ്ഞും രാജ്യം വിട്ട് പോകാത്തവർക്ക് കേസും വിലക്കും വരുമെന്ന ട്രാവൽ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിസ കാലാവധി കഴിഞ്ഞ് 5 ദിവസത്തിനകം രാജ്യം വിട്ട് പോകാത്തവരാണ് ഈ നടപടിക്ക് വിധേയരാകേണ്ടി വരിക. ഇതുമൂലം സന്ദർശകർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാനും ഭാവിയിൽ UAE-യിലോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ പ്രവേശിക്കുന്നതിൽ വിലക്ക് നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വിസ കാലാവധി കഴിഞ്ഞ് 1 ദിവസമെങ്കിലും അധികമായി UAE-യിൽ താമസിക്കുന്നവർ ഇത്തരം നടപടികൾക്ക് വിധേയരാകാമെന്നും ഇക്കാര്യത്തിൽ മറ്റു മുന്നറിയിപ്പുകളൊന്നും ഉണ്ടാവില്ലെന്നുമാണ് ട്രാവൽ ഏജൻസികളുടെ നിലപാട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.